നിർത്ത് നിർത്ത് നിർത്ത്, സ്റ്റോപ്പ്. ആശാനെ, ദാ കാണുന്നതാണ് വീട്. ആശാന് സാർ കാറിൽ തന്നെ ഇരുന്നാ മതി. ഞങ്ങൾ പോയി വേഗം വിളിച്ചിട്ട് വരാം. വേഗം വരണേ. അതേ വന്നി. അണ്ണാ, അക്രമ ഓട്ടോ ആയി പോയണ്ണാ. ഇതെന്താ തീവണ്ടിയാണോ? പുകയൊക്കെ വരുന്നുണ്ടല്ലോ. വണ്ടി അങ്ങനെ കത്തുവോ? വണ്ടിയിൽ അണ്ടകടാകം വരെ ചൂടായി പോയി. അണ്ണാ, ഇത് ആ വീടല്ലേണ്ണ? ഏത് വീട്? നിങ്ങളുടെ നാടകത്തിൽ നിന്ന് ഒളിച്ചോടിയ പെണ്ണില്ലേണ്ണ ശകുന്തള? അവളുടെ വീടല്ലേണ്ണ ഇത്? ശകുന്തളയുടെ വീടാ? ശകുന്തള, അവളുടെ പേര് കിട്ടി, ശകുന്തള. എടോ, തനിക്ക് നേരത്തെ പറഞ്ഞ് തൊലച്ചൂടായിരുന്നു. മലന്നുപോയി. ആശാനെ, പോയാശാനെ, അവള് കൈവിട്ടു പോയി. വേറെ ആരോടൊക്കെ മദ്രാസ് ചെയ്തോണ്ട് അവളെ കൂട്ടിക്കൊണ്ടുപോയി. വിടണ വണ്ടി മദ്രാസിലേക്ക്. മദ്രാസിലേക്കോ? ആ, ഇപ്പൊ വിട്ടാ നാളെ വൈകുന്നേരത്തിന് മുമ്പ് മദ്രാസ് ചെന്നാളെ പൊക്കാം. എല്ലാം കയറി അട്ടിയിട്. കേറാൻ പറ്റത്ത്. ഇങ്ങോട്ട് മാറിയുന്നേ, ഇങ്ങോട്ട് മാറിയുന്നേ. വണ്ടി കേടാണ്, കണ്ടില്ലേ? പോവൂല. കേടാണെങ്കിൽ എന്താ, തള്ളിയാ പോരെ? എല്ലാരും കൂടെ തള്ളടാ. ഞങ്ങള് തള്ളാം സാറേ, വേണമെങ്കിൽ മദ്രാസ് വരെ തള്ളാം. എന്നാ പിന്നെ തള്ളു. മോനെ തിളച്ച് വണ്ടി കയറേ. വേണ്ടി വന്ന മദ്രാസ് ഇങ്ങോട്ട് തള്ളാം. വണ്ടി എന്റെ പിള്ളേരെ കൂടെ കേട്ടടാ. അവര് കാണട്ടടാ മദ്രാസ്. മദ്രാസിലേക്കല്ല, തന്റെ കാല് തല്ലി ഓടിക്കാനാ കൊണ്ടുപോകുന്നത്. അയ്യോ രക്ഷിക്കളെ, എന്റെ കാൽ തല്ലി ഓടിക്കാൻ കൊണ്ടുപോവാളെ ഇവന്മാരെ. ഓടിവായോ, പള്ളി നിർത്തടാ. ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. പൊന്നപ്പാ, ഇയാളെ എന്താ ചെയ്യേണ്ടത്? നിർത്തിയിട്ട് കൊക്കയെ തട്ടിയാലോണ? എന്റെ കാല് തല്ലി ഒടിച്ച് കൊക്കയെ തട്ടാൻ ഇവന്മാര് പ്ലാനിടുന്നേ. ഒന്ന് മിണ്ടാതെ കിടക്കണോ പണ്ടാരം. അയ്യോ കൊല്ല യക്ഷോ മറ്റോ ആണോണ? ഏയ്, ഇത് മറ്റേ കേസാ. നീ ഹോണടിച്ച് വണ്ടി വിട്. വണ്ടി കൊണ്ട് കേട്ടാതെ വെട്ടിച്ച് മാറ്റണം. നീ എന്തോ ചാകാരം ഇറങ്ങിയിരിക്കുവാന്നോ? അതെ, ഞാൻ ചാകാൻ തന്നെ ഇറങ്ങിയിരിക്കുക. ഞങ്ങളെ വണ്ടി മാത്രമേ കിട്ടിയുള്ളൂ നിനക്ക് ചാടിച്ചാവാൻ. വേറെ എത്രയോ വണ്ടികൾ ഇതുവഴി പോകുന്നുണ്ട്. ദാ വരുന്നൊരു വണ്ടി, പോയി ചാടിച്ചാവ്. അണ്ണാ, അണ്ണാ ചെന്ന് പിടിക്കുന്ന. എന്തിന്? പോയി ചാവട്ടടാ. അങ്ങനെ പറയലേണ്ണ, ചത്ത നമ്മൾ സമാധാനം പറയേണ്ടി വരും, സാക്ഷി പറയേണ്ടി വരും. പിന്നെ കോടതി കയറി ഇറങ്ങാനേ സമയം കാണുള്ളൂ. ചെല്ലണ്ണ, പിടിച്ചു മാറ്റണ. അങ്ങോട്ടേന്ന് പിടിച്ചു മാറ്റണ. ഓരോരോ പണ്ടാരങ്ങളും. ഭാര്യയും ഭർത്താവും ആണെങ്കിൽ റോഡിലല്ല, വീട്ടിൽ പോയി കിടന്ന് വഴക്കുണ്ടാക്കി. ഭാര്യ തന്റെ വണ്ടി എടുത്തോണ്ട് പോടോ കളവാ. എന്നിട്ടെന്തിനാ ചാവാനല്ലയോ? അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളെ മുമ്പിൽ കിടന്ന് ചാവണ്ട. നീ ചാവണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നീ ചത്തോ, ഞങ്ങൾ പോയിട്ട് ചത്തോ. കോടതി കയറാനും സാക്ഷി പറയാനൊന്നും ഞങ്ങളെ കിട്ടത്തില്ല. അവിടെ കിടക്ക്. ബോധം തെളിയുമ്പോ നീ മരിക്കോ ജീവിക്കോ എന്ത് വേണമെങ്കിലും ചെയ്തോ. പൊന്നപ്പാ, നീ വണ്ടി ഇറ. എന്താടാ? ഇവള് പോരേന്നാണ് നീ. എനിക്കാ? എന്തിന്? അണ്ണന്റെ നാടകത്തിലേക്ക് ഇവള് പോരേന്ന്. ഇവളാ ഈ ചാകാൻ നടക്കുന്നവളാ? ചാവാൻ നടക്കുന്ന ചിലപ്പോ ഗതികേടും ഉണ്ടായിരിക്കും. ജീവിക്കാൻ ഒരു മാർഗം കിട്ടുന്നുണ്ട് ചിലപ്പോ. സമ്മതിച്ചെങ്കിലോ? എന്തായാലും അണ്ണൻ വിചാരിക്കണ പോലെ നടിയെ കിട്ടാൻ പോണില്ല. അതുകൊണ്ടാ ഞാൻ ഈ പറയണത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ട. ഒത്താൽ അണ്ണനൊരു നടി, അവക്കൊരു ജീവിതവും. അണ്ണാ, പാവണ്ണ, അവക്കൊരു ജീവിതം കൊടുക്കണ്ണ. ഒരു കൈ നോക്കല്ലേടേ? ആ അണ്ണ. എന്നാ വാ പൊക്കാം. നീ കാല് പിടി.
തറവാട്ടി പറഞ്ഞ പെണ്ണാണെന്ന്. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? അതിന് വെയിറ്റ് കണ്ടാലോ? അപ്പൊ നിന്റെ വെയിറ്റ് അനുസരിച്ച് നിനക്ക് തറവാടേ കാണത്തില്ലല്ലേ. ഒന്ന് പോടാ. അണ്ണാ, എന്താടാ പിന്നെയും കണ്ണ? അയാൾ എവിടെയെന്നാ? ഏയാള് ഗർവാസീസാശൻ. ശരിയാണല്ലോ. അയാളെവിടെ? ഈ ബഹളത്തിനിടയ്ക്ക് എവിടെയെങ്കിലും ഇറങ്ങി പോയിട്ടുണ്ടാവോ? പോട്ട്, ഏതായാലും നന്നായി. നീ വണ്ടി വിട്. മത്തായി ചേട്ടാ, മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, മത്തായി ചേട്ടാ, ബാലകൃഷ്ണ, ദേ വരുന്നുണ്ട്. ഗോപാലകൃഷ്ണൻ നടിയും കൊണ്ട് വരുന്നുണ്ട്. എന്തെന്നാ? നിന്നെ ആര് വിളിച്ചടേ? ശല്യം. നീ പെട്ടിയുണ്ടാകത്തു പോയി. മീര വരൂ. എന്നെ പറ്റി പ്രത്യേകിച്ച് പറ. അതോട്ട് കയറിക്കോളൂ. ഇതാണ് എന്റെ മുറി. തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട്, കിണറും അതിനടുത്ത് തന്നെ ഉണ്ട്. റെസ്റ്റ് എടുത്തോളൂ, റെസ്റ്റ് എടുത്തോളൂ. അവളെ വിളിച്ച് ഞങ്ങൾ ആരാണെന്നും എന്താണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി തറാ. അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുമുണ്ട്, ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട ബാലകൃഷ്ണ. എന്തായാലും കലക്കിട. നീ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ എവിടുന്ന് പൊക്കിയിട ഇതിനെ? എവിടുന്നും പൊക്കിയതും താഴ്ത്തിയൊന്നുമല്ല. ഇവളെന്റെ മുറപ്പെണ്ണാണ്. എന്റെ അല്ല അവന്റെ. നിന്റെ മുറപ്പെണ്ണ? അതെ, എന്റെ അമ്മാവന്റെ മകൾ മീര. നിന്റെ ഏതമ്മാവന്റെ? ദേ, അപ്പം തിന്നാ മതി, കുഴി എണ്ണണ്ട. അവള് അപ്പം ഉണ്ടാക്കോ? ഓ, അപ്പം തിന്നാ മതി. ഇവൻ കുഴി എണ്ണണ്ടാന്ന്. ഓക്കെ, ഞാൻ കുഴി എണ്ണുന്നില്ല. ഏതായാലും അവൾ എന്റെ നായികയാകുന്നതിൽ എനിക്കൊരു പ്രശ്നവുമില്ല. എന്നാൽ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അമ്മാവൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അവള് നായികയായിട്ട് അഭിനയിക്കണമെങ്കിൽ ഞാൻ നായകനായിരിക്കണമെന്ന്. പോയി പള്ളി പറഞ്ഞാ മതി. മത്താച്ചേട്ടാ, ഇത് അടവ്. എന്റെ നായക വേഷം തട്ടിയെടുക്കാനുള്ള ഇവന്റെ അടവ്. അതേടാ, അടവ് തന്നെ. നിനക്ക് നായകനാവണമെങ്കിൽ നീ പോയി കൊണ്ടുപോകണം നായികയെ. ഞാൻ കൊണ്ടുവന്ന നായികയെ വെച്ച് നീ അങ്ങനെ നായകനാവണ്ട. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നായകന് നായികയെ സപ്ലൈ ചെയ്യുന്ന വില്ലൻ, നായകന്റെ നായികയെ തട്ടിയെടുക്കുന്നവനല്ലേ വില്ലൻ? പിന്നെ അപ്പൊ ഇവരല്ലേ വില്ലൻ? അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഓരാ, മത്തായി ചേട്ടനോട് തീരുമാനിക്കട്ടെ. പക്ഷെ നായികയും വേറെ തീരുമാനിക്കേണ്ടി വരും. അല്ല, ഇവൻ നായകനും നീ വില്ലനും ആയി വെച്ചിട്ട് ഇപ്പൊ എന്താ ഒരു കുഴപ്പം? അപ്പൊ ഈ കഴിഞ്ഞ നാടകങ്ങളൊക്കെയോ? അങ്ങനെ ആയിരക്കണക്കിന് നാടകമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. ആകപ്പാടെ ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ. പോരെ, എത്ര ആയിരം ജനം കണ്ടതാ. അവരോടൊക്കെ എന്ത് സമാധാനം പറയും? അവരെല്ലാം സന്തോഷിക്കും. നീ മിണ്ടരുത്. തന്നെയുമല്ല, നായകനാവാനുള്ള ലുക്ക് വേണുണ്ടോ? ലുക്കിന്റെ പുണ്യൊന്നും നീ പറയണ്ട. ലുക്ക് നോക്കി നായകനാക്കണമെങ്കിൽ പുറത്തുനിന്ന് ആമ്പിളരെ വിളിച്ചോണ്ടൊന്ന് അഭിനയിപ്പിക്കേണ്ടി വരും. നീ പറ, നിനക്കിപ്പോ വില്ലനാവാൻ പറ്റുമോ? പറ. നീ എവിടേക്ക് പോണേ? പറ്റൂല്ലെങ്കിൽ പോവാൻ പറ മത്തായി ചേട്ടാ. മത്തായി ചേട്ടൻ എത്ര വില്ലൻ വേണം? ഞാൻ കൊണ്ടുവരാം. നല്ല മണി പോലുള്ള വില്ലന്മാരെ. നീ കൊണ്ടുവരും. അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ പിടിപ്പിക്കാൻ നോക്കണ്ട. മത്താച്ചേട്ടാ, ഞാൻ തയ്യാറാ. വില്ലനെങ്കിൽ വില്ലൻ. നീ എനിക്കൊരു ഷെയ്ക്കണ്ടെന്ന്. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. നായകൻ നീ, വില്ലൻ നീ. തെറ്റി. നായകൻ നീ, വില്ലൻ നീ. പ്രശ്നം തീർന്നല്ലോ. ഗോപാലകൃഷ്ണ, നാടകത്തിൽ മാത്രമല്ല, ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും. ഇവനോട് പോയി. ഇതൊക്കെ പറയാൻ വേണ്ടി പാതിരാത്രി കയറി വരണോ?
ലജ്ജയില്ലേ? നീ അതേടാ ഞാൻ തന്നെ. ഇന്ന് ഞാൻ കൊല്ലുവിടാ. ഇവനുണ്ടല്ലോ ഈ ഊളെ, ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇവൻ എന്റെ പെണ്ണിന്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കി. അത് ഇവനെ നോക്കിയതാ മത്താച്ചേട്ടാ. എന്നെ നോക്കണം അവളുടെ മുറിയിലാണോ? എന്നെ കാണണമെങ്കിൽ കക്കൂസി വന്ന് നോക്കണമായിരുന്നു. അപ്പൊ നീ കക്കൂസിലാണ് കിടന്നുറങ്ങിയത്? കിടന്നുറങ്ങിയതല്ല മത്തായിച്ചേട്ടാ, ഞാൻ കക്കൂസി പോകുന്ന തക്കം നോക്കി ഇവൻ അവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കി. നോക്കി സത്യമാ. അതിനകത്ത് ആരാന്നറിയാൻ നോക്കിയതാ. ഇവൻ കക്കൂസിലായിരുന്നെങ്കിൽ പിന്നെ അതിനകത്ത് ആരാ? അതിനകത്താര്? അവള് തന്നെ. അല്ല, അതിനകത്ത് അവളെ കൂടാതെ വേറെ ആരാണ്ടുണ്ട്. അവൾ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവൾ ആരോട് സംസാരിക്കാൻ? വെറുതെ എന്റെ പെണ്ണിനെ പറ്റി വേണ്ടാതിനം പറഞ്ഞാലുണ്ടല്ലോ. വേണ്ടാതീനോനോ വേണ്ടാത്ത ദിനോനോ ചെന്ന് വാതിലോട് നോക്കണം. മീരേ, മീരേ, ആ വാതിലൊന്ന് തുറന്നേ. ആരാകത്ത്? ആരുമില്ല. എന്നാ പോവാ. നിക്കേ, പിന്നെ നീ ആരോട് സംസാരിച്ചത്? ഞാൻ ആരോടും സംസാരിച്ചില്ല. ഞാൻ കേട്ടാണല്ലോ നീ സംസാരിക്കുന്നത്. അതോ, ദേ ഞാൻ നാടകം പഠിക്കായിരുന്നു. മത്താച്ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്കും നാടകം കാണാപ്പാടമായിരിക്കണോന്ന്. എടാ, അവള് സംസാരിക്കാൻ പെണ്ണിനെ സംശയിക്കാതെടാ. മതി, മാറിക്കടാ. ഇനി മാറാനും മതിയാക്കാനും ഒന്നും പറ്റില്ല. ഇവൻ എന്റെ മുറപ്പെണ്ണിന്റെ ചരിത്രത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേ. ഷെയർ കൊടുത്ത് പറഞ്ഞേക്കണോ ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ബാലകൃഷ്ണ പോയെ ചെന്നവള് മാപ്പി വയ്ക്കും. മാപ്പും കോപ്പും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം, അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. ശിക്ഷയെ? എന്ത് ശിക്ഷ? പണ്ടൊരു നടിയുടെ പ്രശ്നത്തിന് എന്റെ കൈ അറിയാണ്ടെന്ന് തൊട്ടെന്ന് പറഞ്ഞ് ഒരാഴ്ച എന്നെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിപ്പിച്ചില്ലേ, അതുപോലെ ഇവരെ ചെയ്യിപ്പിക്കണം. അത് നീ അറിയാണ്ട് ഓട്ടോന്നല്ലോ, മലപ്പുറം ചെയ്തല്ലേ? അതേപോലാണോ ഇത്? നീ മിണ്ടരുത്. നിനക്ക് വോയിസ് ഇല്ല, വോയിസ് ഇല്ല, വോയിസ് ഇല്ല. മത്തായി ചേട്ടാ, ശിക്ഷ നടപ്പാക്കുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ നാളത്തെ ഫസ്റ്റ് ബസ്സിന് ഞാനും അവളും സ്ഥലം വിടും. ഓ, ഇത് വലിയൊരു ശല്യമായില്ലോ. ബാലകൃഷ്ണ, നാളെ മുതൽ ഇവിടുത്തെ പാചകം നീ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരാഴ്ചത്തേക്ക്. ഒരാഴ്ച, ഇങ്ങനെ ഒരാഴ്ച പോരെ? തൽക്കാലം മതി, ബാക്കി പിറകെ. ഒരു മാസം പറയേണ്ടതായിരുന്നു. ഉറക്കൊളിച്ച് പെണ്ണുങ്ങളെ നോക്കാൻ നടക്കല്ലേ?